Hello my dear students, welcome back to our biology class. Today we are going to learn about a new chapter that is why classification, which means തരം തിരിക്കുന്നത് എന്തിന്. ക്ലാസിഫിക്കേഷൻസ് മീൻസ് ഡിവിഷൻ, അതായത് എന്തിനാണ് നമ്മൾ തരം തിരിക്കുന്നത്, എന്തിനാണ് ഓരോ സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഓരോ തിങ്സിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് എന്താണ്, എന്തിൻ്റെയൊക്കെ ബേസിക്കിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് doubts asked by two students, that is fed up with the search. If those books were arranged in order, it would have been very easy to locate the book suggested by our teacher. അതായത് അവർ ലൈബ്രറിയിൽ ഒരു ബുക്ക് സെർച്ച് ചെയ്യാൻ, സോ അവരുടെ ടീച്ചർ സജസ്റ്റ് ചെയ്ത ബുക്ക് അവർക്ക് എത്ര അതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടും കിട്ടുന്നില്ല. അവർ അതൊരു എന്താ പറയുക, ഒരു ക്ലിയർലി ഓർഡർ അല്ല അത് ബുക്സ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അവർ ബുക്ക് തിരഞ്ഞിട്ട് ഫെഡപ്പ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Did you notice the opinion of the girl searching for a book? Yes. What are the advantages of arranging books in proper order? സോ നമ്മുടെ ഒരു ലൈബ്രറിയിൽ, സ്കൂൾ ലൈബ്രറി ആയിക്കോട്ടെ, നമ്മുടെ പ്രിമൈസസിൽ എവിടെയെങ്കിലും ഒരു ലൈബ്രറീസ് ഉണ്ടെങ്കിൽ അവിടെ ബുക്സ് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? യെസ്, നമുക്ക് ആവശ്യമുള്ള ബുക്സ് നമുക്ക് ഒരു ടൈം ലാഗിങ് ഇല്ലാതെ എളുപ്പം പോയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു നോവലാണെങ്കിൽ നോവൽ, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ അങ്ങനെ, ലോങ് സ്റ്റോറി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യാനുള്ള എന്തെങ്കിലും ബുക്സ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൈബ്രറിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രോപ്പർലി ആൻഡ് വെൽ അറേഞ്ച്ഡ് ആണെങ്കിൽ നമുക്കൊരു ടൈം ലാപ്സും കൂടാതെ അത് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. Haven't you noticed the arrangement of books in a library? നിങ്ങൾ ലൈബ്രറിയിൽ ബുക്സ് അറേഞ്ച് ചെയ്തത് കണ്ടിട്ടുണ്ടോ, നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? In what always books may be arranged? എന്തൊക്കെ തരത്തിലാണ് ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? യെസ്, അക്കോർഡിംഗ് ടു സ്യൂട്ടബിൾ ക്രൈറ്റീരിയ, അക്കോർഡിംഗ് ടു ദെയർ സൈസ് ആൻഡ് ഷേപ്പ്. ഈ ഒരൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ ലൈബ്രറീസിൽ ബുക്സ് അറേഞ്ച് ചെയ്തില്ല. So the books arranged in libraries according to their criteria and according to their shape and size. Okay. Things need to be classified first in order to arrange them properly. നമ്മൾ ഏതൊരു സംഭവത്തെ ക്ലാസിഫൈ ചെയ്യണമെങ്കിലും ഫസ്റ്റ് ഇൻ ഓർഡർ ടു അറേഞ്ച് ദം പ്രോപ്പർലി, നമ്മൾ അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം? യെസ്, പ്രോപ്പർലി അറേഞ്ച് ചെയ്യണം. Arrange the things in your study room and kitchen arranged according to their types. നമ്മൾ കിച്ചൺ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളിൽ എന്തെങ്കിലും വെക്കുമോ? ഇല്ല. അതേപോലെ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ട് കിച്ചൺ സെറ്റിങ്സ് വെക്കില്ല. സോ ഓരോന്നിനും ഓരോ പ്ലേസും, ഒരു അക്യുറേറ്റ് പ്ലേസും, ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ടാകും ഓരോ തിങ്സും നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹ്യൂമൻ ബീങ്സ് ഷോ എ ടെൻഡൻസി ടു ക്ലാസിഫൈ തിങ്സ് അറൗണ്ട് ദം. ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വാട്ട് ആർ ദ ബേസസ് ഫോർ സച്ച് ക്ലാസിഫിക്കേഷൻ? നമ്മളൊരു ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും അതിൽ വേറെ എന്തെങ്കിലും ഒരു ആനിമൽസ്, ഓർഗാനിസ് എടുക്കുമ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ്റെ ബേസ്? എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ തരംതിരിക്കാൻ പറ്റുന്നുണ്ട്? യെസ്, നമ്മുടെ സൈസിനനുസരിച്ച്, ഷേപ്പിനനുസരിച്ച്, കളറിനനുസരിച്ച്, യൂസിനനുസരിച്ച്, ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ദ ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ വിച്ച് ഈസ് ഷേപ്പ്, color, size and use. Okay, and the next one, observe the figures. We can see that the picture of a dog and a cat. Okay, and what are the criteria can be used for classifying this organism? ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? യെസ്, അതിൻ്റെ സൈസ്, ഡെഡ് സൈസ്, ബ്യൂട്ടി, സ്പീഡ്, ഷാർപ്പ് ഇൻസിസേഴ്സ് വിച്ച് മീൻസ് കൂർത്ത കോമ്പല്ലുകൾ, ദെൻ ക്ലാവ്സ് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ഇൻ ടു ദി ഫീറ്റ്, അതായത് അവർക്ക് എന്തുണ്ട്, അവരുടെ ക്രൗൺസ്, നഖങ്ങൾ ഉൾവലിക്കാവുന്ന നഖങ്ങളുണ്ട്. ദെൻ അഡാപ്റ്റേഷൻസ്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിച്ച് എമംഗ് ദിസ് ക്രൈറ്റീരിയ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ഫോർ ക്ലാസിഫിക്കേഷൻ? വൈ? ഡിസ്കസ്. ഇതിൽ ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ക്ലാസിഫിക്കേഷന്, ആൻഡ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഓക്കെ,
If more specific criteria are adopted, classifications become more accurate. അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ടൈമിൽ സ്പെസിഫിക് ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് അത്രയും അക്യുറേറ്റ് ആയിരിക്കും. കാരണം എന്താണ്, ഓരോ ഓർഗാനിസത്തിനെ കുറിച്ച് അത്രയും സ്പെസിഫിക് ആൻഡ് അക്യുറേറ്റ് ആയിട്ടുള്ള ഓരോ ക്യാരക്ടർ കിട്ടുമ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഈസിലി ആയിരിക്കും. അതുപോലെ ആ ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് ടോട്ടലൊരു നോളജ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. It will be easy to study organisms if they can be classified according to suitable criteria. നമ്മൾ ഓരോരോ ക്രൈറ്റീരിയാസിൻ്റെ അതിൻ്റെ സ്യൂട്ടബിൾ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഗാനിസത്തിനെ കുറിച്ച് നമുക്ക് ഈസിലി സ്റ്റഡി ചെയ്യാൻ പറ്റും. So the next topic is let's classify and learn. എങ്ങനെയാണ് തരം തിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അവിടെ നമുക്ക് 6 ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. ഡ്രാഗൺ ഫ്ലൈ, സ്പൈഡർ, ഗ്രാസ് ഹോപ്പർ, ബട്ടർഫ്ലൈ, സ്നെയിൽ ആൻഡ് ഹൗസ് ഫ്ലൈ. ഇത്രയാണ് അവിടെ തന്നിട്ടുള്ള ഓർഗാനിസംസ്. അതിൽ ഇവിടെ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദെയർ വിങ്സ്. വിങ്സ് തന്നെ 2 ടൈപ്സ് ആയിട്ടാണ് പറയുന്നത്. ദോസ് വിത്ത് വിങ്സ് ആൻഡ് ദോസ് വിത്തൗട്ട് വിങ്സ്. വിങ്സ് തന്നെ വിങ്സ് കാണുന്നവരും വിങ്സ് കാണാത്തവരും. ദോസ് വിത്ത് വിങ്സ് ആരൊക്കെയാണ്? യെസ്, ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ ആൻഡ് ഗ്രാസ് ഹോപ്പർ. And those without wings include the snail and spider. Okay, and the next one, number of wings. വിങ്സിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? And the pair of observable wings, 2 pairs of observable wings ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ജോഡിയായിട്ടും 2 ജോഡിയായിട്ടും കാണപ്പെടുന്ന വിങ്സ്. അതിൽ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഒരൊറ്റ ജോഡിയിൽ കാണപ്പെടുന്നതാണ്. അതിന് എക്സാമ്പിളാണ് ഹൗസ് ഫ്ലൈ. ആൻഡ് 2 പെയേഴ്സ് ഓഫ് ഒബ്സർവബിൾ വിങ്സിൽ വരുന്നതാണ് ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ ആൻഡ് ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് പെക്യുലാരിറ്റി ഓഫ് ലെഗ്സ്. കാലിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത് ആൻഡ് ലെഗ്സ് വിത്ത് അൺഈക്വൽ ലെങ്ത്. സെയിം ലെങ്ത് ഉള്ളതും സെയിം ലെങ്ത്തും അല്ലാത്തതുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെഗ്സ് വിത്ത് ഈക്വൽ ലെങ്ത്തിൽ വരുന്നതാണ് ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ബട്ടർഫ്ലൈ. ആൻഡ് ലെഗ്സ് വിത്ത് അൺഈക്വൽ ലെങ്ത്തിൽ വരുന്നതാണ് ഗ്രാസ് ഹോപ്പർ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് പെക്യുലാരിറ്റി ഓഫ് വിങ്സ്. വിങ്സിൻ്റെ പെക്യുലാരിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പാരൻറ്റ് വിങ്സും നോൺ ട്രാൻസ്പാരൻറ്റ് വിങ്സും. അതിൽ ട്രാൻസ്പാരൻറ്റ് വിങ്സിൽ വരുന്നതാണ് ഡ്രാഗൺ ഫ്ലൈ ആൻഡ് നോൺ ട്രാൻസ്പാരൻറ്റ് വിങ്സിൽ വരുന്നതാണ് ബട്ടർഫ്ലൈ. ഓക്കെ, സോ ഈ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് വിങ്സിൻ്റെ ബേസിലും നമ്പർ ഓഫ് വിങ്സ്, പെക്യുലാരിറ്റി ഓഫ് ലെഗ്സ് ആൻഡ് പെക്യുലാരിറ്റി ഓഫ് വിങ്സ്. വിങ്സിലെ ദോസ് വിത്ത് വിങ്സ്, വിത്തൗട്ട് വിങ്സ് ആൻഡ് നമ്പർ ഓഫ് വിങ്സിൽ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സും 2 പെയേഴ്സ് ഓഫ് ഒബ്സർവബിൾ വിങ്സും. ദെൻ ലെഗ്സ് പെക്യുലാരിറ്റീസിൽ ഈക്വൽ ലെങ്ത്തും അൺഈക്വൽ ലെങ്ത്തും. ദെൻ പെക്യുലാരിറ്റീസ് ഓഫ് വിങ്സിൽ ട്രാൻസ്പാരൻറ്റ് വിങ്സും നോൺ ട്രാൻസ്പാരൻറ്റ് വിങ്സും. ഇത്രയും ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് why is the classifications of those organisms very easy? ഇവരുടെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് ഇത്രയും ഈസി ആവാൻ കാരണം? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലെസ് നമ്പേഴ്സ് ഓഫ് ഓർഗാനിസം. അതെന്താണ്? കുറച്ച് നമ്പർ ഓഫ് ഓർഗാനിസം ഉള്ളൂ. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? വിത്ത് ലെഗ്സ്, വിത്തൗട്ട് ലെഗ്സ്, ട്രാൻസ്പാരൻറ്റ് വിങ്സ്, നോൺ ട്രാൻസ്പാരൻറ്റ് വിങ്സ് എന്ന് പറയുന്ന സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് പ്രസൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കതിനെ ഈസിലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ലെസ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ആയിരുന്നു. ആൻഡ് 2 ക്ലിയർ ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻഡിക്കേറ്റർ. ഓരോ ഇൻഡിക്കേറ്ററിനും 2 ക്ലിയർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ വിങ്സിൽ വരുമ്പോൾ ദോസ് വിത്ത് വിങ്സ് ആൻഡ് ദോസ് വിത്തൗട്ട് വിങ്സ് വരുന്നുണ്ട്. ദെൻ നമ്പർ ഓഫ് വിങ്സ്, പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ്, 2 പെയേഴ്സ് ഓഫ് ഒബ്സർവബിൾ വിങ്സ് എന്ന് പറയുന്ന 2 ക്ലിയർ ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഉണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഈസിലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ,
Classifications become easier with the use of such specific indicators. നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് എപ്പോഴാണ് ഈസി ആയി വരുന്നത്? നമ്മൾ സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ യൂസസിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് keys for identification. ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീസ് ആണ് പറയുന്നത്. Taxonomic keys are the scientific indicators used for identifying and classifying plants and animals. So, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേസാണ് ടാക്സോണമിക് കേസ്. Those are scientific indicators ആയിട്ടാണ് for what they use for identifying and classifying the plants and animals. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സാണ് ടാക്സോണമിക് കീസ്. And one of the most important taxonomic keys is the dichotomous key. Okay. Dichotomous key ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു taxonomic key. And what do you mean by taxonomic keys? Yes, taxonomic keys are the scientific indicators used for identifying and classifying plants and animals. And one of the most important taxonomic keys is the dichotomous key. Okay. Each indicator in this key has two possibilities of selection. ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും രണ്ട് പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ ആണ് പറയുന്നത്. By choosing the peculiarities of the organism to be identified, അതായത് നമുക്ക് ഏത് ഓർഗാനിസത്തിനെയാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിലൂടെ നമുക്ക് ആ ഒരു ഓർഗാനിസത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിച്ച് മീൻസ് by choosing the peculiarities of the organism to be identified and by proceeding systematically, one can identify and classify the organism. അതായത് നമുക്ക് ഏതിനെയാണോ തിരിച്ചറിയേണ്ടത് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ അതിന് ചൂസ് ചെയ്തിട്ട് ഒരു ഓർഡറിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഒരു അനിമലിനെ തിരിച്ചറിഞ്ഞിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇലുസ്ട്രേഷൻ 9.1 ഈസ് എ ഡൈക്കോട്ടമസ് കീ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു 6 ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിൻ്റെ ആ ഒരു ഇലുസ്ട്രേഷൻ ഒരു ഡൈക്കോട്ടമസ് കീക്ക് എക്സാമ്പിളാണ്. And the taxonomic keys are the continuously revised by including peculiarities of newly identified organism. ഈ ടാക്സോണമിക് കീസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂലി ഐഡൻറ്റിഫൈഡ് ഓർഗാനിസത്തിൻ്റെ പെക്യുലാരിറ്റീസ് ഓർ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ട് അത് കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത്? ടാക്സോണമിക് കീസ്. ഓക്കെ, സോ അത്രയാണ് ടാക്സോണമിക് കീസ് ആൻഡ് ഡൈക്കോട്ടമസ് കീസ്. സോ അവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ടാക്സോണമിക് കീസ് ആൻഡ് പെക്യുലാരിറ്റീസ് ഓഫ് ഡൈക്കോട്ടമസ് കീ. ആ രണ്ട് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് വൺ, thus the method of classification is the act of grouping of organisms based on the similarities or dissimilarities. അതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ മെത്തേഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ഓർഗാനിസത്തിനെ ഒന്നെങ്കിൽ അതിൻ്റെ സിമിലാരിറ്റീസ് ഓർ അതിൻ്റെ ഡിഫറൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. അതാണ് ക്ലാസിഫിക്കേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, so the next topic is taxonomy and it's very important one. Okay, taxonomy, which is the branch of biology that identify organisms, classifies them on the basis of similarities and differences and name them scientifically. So what do you mean by taxonomy? Yes, taxonomy is the branch of science which deals with the study of an organism, which means identify a organism. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസിൻ്റെയും ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് സയൻറ്റിഫിക്കലി അതിന് നെയിം കൊടുക്കുന്ന ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ടാക്സോണമി. ഓക്കെ, ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഫോർ ദി പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പർപ്പസുകൾ എന്തൊക്കെയാണ്? യെസ്,
ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും. സോ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി ഓർഗാനിസം, ദെയർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് നോക്കുന്നുണ്ട്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ നോക്കുന്നുണ്ട്. ദെൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആർ ടു ബി തറോലി സ്റ്റഡീഡ്. സോ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പേർപ്പസുകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി ഓർഗാനിസം, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആർ ടു ബി തറോലി സ്റ്റഡീഡ്. This study reveals the relation between various group of organisms. So നമ്മൾ ഈ ഒരു ടാക്സോണമിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് തന്നെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ആൾസോ എനേബിൾ അസ് ടു അക്വയർ എ ജനറൽ ഐഡിയ അബൌട്ട് ദി പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓഫ് വേരിയസ് ജിയോഗ്രഫിക്കൽ ഏരിയാസ്. സോ ഈ ഒരു സ്റ്റഡി പിന്നെ എന്തിനാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നത്? ഒരു അക്വയർ ആയിട്ടുള്ളൊരു ജനറൽ ഐഡിയ കിട്ടാൻ, അതായത് വേരിയസ് ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ ലൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ കുറിച്ചിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടാനും ടാക്സോണമി കീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോറോവർ, ടാക്സോണമി പ്രൊവൈഡ്സ് evidence that are helpful to explain the stages of evolution of organisms from simple to complex. അതുപോലെ ടാക്സോണമി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ഓർഗാനിസത്തിൻ്റെ എവല്യൂഷൻ ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ എവല്യൂഷൻ്റെ സ്റ്റേജസ്, ഡിഫറെൻറ്റ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാനും ടാക്സോണമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ടാക്സോണമി എന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് നമ്മളൊരു ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് സയൻറ്റിഫിക്കലി നെയിം കൊടുക്കണം. ആൻഡ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പർപ്പസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസം, ഇത്രയാണ്. ദെൻ ആ സ്റ്റഡി നമുക്ക് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ആവുന്നത്? വേറെയുള്ള ഓർഗാനിസത്തിൻ്റെ എവല്യൂഷന് ഹെൽപ്പ് ആവുന്നത് വേരിയസ് ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ ഉള്ള പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും അക്യുറേറ്റ് ഐഡിയക്ക് നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ട്. സോ ഇത്രയാണ് ടാക്സോണമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, based on similarities or differences, all organisms including human beings are placed in different levels of classification. സോ നമ്മൾ പറഞ്ഞു എന്ത് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിലെന്തെന്ന് പറയുന്നത്? ഓൾ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ എല്ലാ ഓർഗാനിസത്തിൻ്റെ ഇപ്പോൾ ഹ്യൂമൻ ബീങ്സും ഇതിൽ ക്ലാസിഫിക്കേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ സയൻറ്റിസ്റ്റ് നെയ്മഡ് Carl Linnaeus who fixed a taxonomic hierarchy and provide a scientific base for classification. സോ നമ്മുടെ ഈ ഒരു ടാക്സോണമിക് ഹയറാർക്കി കൊണ്ടുവന്നിട്ടുള്ള സയൻറ്റിസ്റ്റാണ് കോൾ ലിനേയസ്. അയാളാണ് സയൻറ്റിഫിക് ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടൊരു ബേസ് കൊടുത്തിട്ടുള്ളത്. കോൾ ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ദി ഫാദർ ഓഫ് ടാക്സോണമി. ആൻഡ് ടാക്സോണമിക്കൽ ഹയറാർക്കിയും കൊണ്ടുവന്നിട്ടുള്ളത് കോൾ ലിനേയസ് ആണ്. ഓക്കെ, സോ ദി Carl Linnaeus known as the father of taxonomy. Okay, and the next one, let's familiarize ourselves with some scientists who have made valuable contributions in the history of taxonomy. Yes, നമ്മുടെ ടാക്സോണമിയിൽ ഒരുപാട് വാല്യുവബിൾ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള 4 സയൻറ്റിസ്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, the first one is Aristotle. Aristotle, father of biology. ബയോളജിയുടെ ഫാദറാണ് അരിസ്റ്റോട്ടിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് Theophrastus is the father of botany. പ്ലാന്റ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് Theophrastus. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് Charagan is the father of Ayurveda. ആയുർവേദയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് Charagan. And the next one is
ജോൺ റേ. അയാൾ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ആളാണ് കോൾ ലിനേയസ്, ഫാദർ ഓഫ് ടാക്സോണമി. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ട് പുതിയ ആൾക്കാരായിട്ട് പഠിക്കാനുള്ള 4 സയൻറ്റിസ്റ്റുകളാണ് അരിസ്റ്റോട്ടിൽ, തിയോഫ്രാസ്റ്റസ്, ചരഗൻ ആൻഡ് ജോൺ റേ. Okay, the first one is Aristotle. He is the father of biology. He classified the organisms as those with red blood cells and those without red blood cells. So, Aristotle എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? യെസ്, റെഡ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അരിസ്റ്റോട്ടിൽ. And he is known as the father of biology. Okay, and the next one is Theophrastus. He is the father of botany, which means അതായത് പ്ലാന്റ്സിൻ്റെ ഫാദർ ആയിട്ടാണ് കണക്കാക്കുന്നത്. He classified the plants into annuals, biennials and perennials. So പ്ലാന്റ്സിനെ ആനുവൽസ് ആയിട്ടും ബൈഎന്നൽസ് ആയിട്ടും പെരിയന്നൽസ് ആയിട്ടും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് Theophrastus. Okay, and the third one is Charagan, the father of Ayurveda. ആയുർവേദയുടെ പിതാവായിട്ട് കണക്കാക്കുന്നതാണ് ദി സയൻറ്റിസ്റ്റ് ചരകൻ. ആൻഡ് ഹി റോട്ട് ദി ട്രീറ്റൈസ് ചരക സംഹിത by including in each around 200 plants and animals. സോ ചരക സംഹിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് അറൗണ്ട് 200 പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതിൽ 200 പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ആയുർവേദ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജോൺ റേ. John Ray recommended more than 18,000 plants in the book Historia Generalis Plantarum. അയാളുടെ ഒരു ബുക്കായിരുന്നു ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറിയം. അതിൽ 18,000 പ്ലാന്റ്സിനെ ഉൾപ്പെടുത്തി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യൂസ്ഡ് ദ ടേം സ്പീഷീസ് ഫോർ ദി ഫസ്റ്റ് ടൈം ആയിട്ട് സ്പീഷീസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയിരുന്നു ജോൺ റേ. And the last one is Carl Linnaeus is the father of modern taxonomy, and he suggested the taxonomic hierarchy, proposed binomial nomenclature, the scientific naming method for the organism. So the Carl Linnaeus ഫാദർ ഓഫ് ബയോളജി ആണ്. ടാക്സോണമിക് ഹയറാർക്കി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചർ വിച്ച് മീൻസ് സയൻറ്റിഫിക്കലി ഓർഗാനിസത്തിന് നെയിം ചെയ്യുന്ന പ്രോസസ്സാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ടാക്സോണമിക് ഹയറാർക്കി ആൻഡ് ദി ഫാദർ ഓഫ് ടാക്സോണമി ഇസ് ഓൾ ഇൻക്ലൂഡഡ് ഇൻ Carl Linnaeus. Carl Linnaeus ആണ് ഇതെല്ലാം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ടാക്സോണമിക് ഹയറാർക്കി പ്രപ്പോസ്ഡ് ബൈ Carl Linnaeus. Carl Linnaeus കൊണ്ടുവന്നിട്ടുള്ള ടാക്സോണമിക് ഹയറാർക്കി എന്താണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ഓരോ ഓർഗാനിസത്തിനെയും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ എങ്ങനെയാണ് ഓരോന്ന് ഓരോ ബേസിസിൽ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ലെവലാണ് സ്പീഷീസ് ആണ് ബേസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ജീനസ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, phylum, and the last one is the kingdom. ഈ ഒരു ആരോ മാർക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. സോ ടാക്സോണമിക്കൽ ഹയറാർക്കിയിൽ വരുന്ന മെയിൻ സ്റ്റെപ്സുകളാണ് ദ ഫസ്റ്റ് വൺ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ക്ലാസിഫിക്കേഷന്, എന്തിൻ്റെ എല്ലാം ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ആൻഡ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡൈക്കോട്ടമിക് കീസ് ആൻഡ് ടാക്സോണമിക് കീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ജോൺ റേ, അരിസ്റ്റോട്ടിൽ, ചരഗൻ, കാൾ ലിനേയസ് എക്സെട്ര. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടാക്സോണമിക്കൽ ഹയറാർക്കിയൽ.
സോ വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടാക്സോണമിക് കീസിൻ്റെ 2 ഇൻഡിക്കേറ്റേഴ്സ് ആൻസർ ചെയ്യണം. ദെൻ സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വിത്ത് ദെയർ നെയിംസ് വെച്ചിട്ട് നോട്ടിലോട്ട് എഴുതണം. ദെൻ ടാക്സോണമിക് ഹയറാർക്കി പ്രപ്പോസ്ഡ് ബൈ ലിനേയസ് എന്ന് പറയുന്ന ആ ആരോ മാർക്ക് ഇട്ടിട്ടുള്ള ആ ഒരു കോളവും കൂടി നോട്ടിലോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ്സിൽ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.